മെനോപോസ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ സഡനായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണോ? അത് ഇതിന് എന്തെല്ലാം സ്റ്റേജുകളുണ്ട്? ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? എത്ര വർഷത്തേക്ക് നീണ്ടു നിൽക്കും? അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്തെല്ലാമാണ്? ശരി, മെൻസസ് പോലെ തന്നെ നോർമൽ ഒരു ഫിസിയോളജിക്കൽ ഫിനോമിനാണ് മെനോപോസ്. ക്വയറ്റ് നാച്ചുറൽ, എല്ലാ സ്ത്രീകൾക്കും സംഭവിക്കും. നമുക്ക് മെനാർക്കി എന്ന് പറഞ്ഞാൽ 13 വയസ്സിൽ മെൻസായി, അത് കഴിഞ്ഞ് അത് ഗ്രാജുവലി റീപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞു. ഇതിന്റെ ഏജ് എന്താണ്? ഒരു 45 വയസ്സാകുമ്പോഴേക്കും നമുക്ക് മെനോപോസിലേക്ക് പെരിമെനോപോസ് എന്ന് പറയും. 45 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കാണ് മെനോപോസ് സാധാരണ വരുന്നത്. ആവറേജ് ഏജ് ഇപ്പൊ ഇന്ത്യയിൽ ഏജ് ചോദിക്കുകയാണെങ്കിൽ 51 വയസ്സാണ്. ഈ മെനോപോസിന്റെ പെരിമെനോപോസ്, മെനോപോസ്, പോസ്റ്റ് മെനോപോസ് 3 സ്റ്റേജായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? ഈ മെനോപോസ് എന്ന് പറയുന്നത് സഡൻ ആയിട്ട് ഒരു 24 മണിക്കൂർ പോസ് ആകുന്ന അല്ല. മെൻസസ് സാധാരണയായിട്ട് ഗ്രാജുവലി അകന്നകന്ന് പോവുക. 2 മാസം വരും, 4 മാസം വരാം, 5 മാസം വരാം, എന്നിട്ട് 1 വർഷം 12 മാസം മെൻസസ് ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് മെനോപോസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മെനോപോസ് വരുന്നത്? ഒരു സ്ത്രീക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറത്തേക്ക് ഒന്ന് ഓവുലേഷൻ വന്ന് മെൻസസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ ഓവുലേഷൻ അണ്ടാശയത്തിന്റെ ഫംഗ്ഷൻ നിൽക്കുമ്പോൾ, അണ്ടം തീർന്നു കഴിയുമ്പോൾ ഹോർമോൺ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഇല്ലാണ്ടാകുമ്പോൾ മെനോപോസ് ആകും. പിന്നെ മെൻസസ് ഉണ്ടാകുകയില്ല. അത് തുടങ്ങുന്നത് ചിലപ്പോൾ ഇറഗുലർ ആയിട്ട് വരും, അടുപ്പിച്ചടുപ്പിച്ച് വരും, കൂടുതലായിട്ട് അകന്നകന്ന് പോകും. ഈ ഓവുലേഷൻ ഇറഗുലർ ആയിട്ട് വരികയാണെങ്കിൽ ബ്ലീഡിങ് ഇറഗുലർ ആയിട്ട് വരും. ഓവുലേഷൻ ഇല്ലെങ്കിൽ പോസ് ആയിട്ട് വരും, മെനോപോസ് നിന്ന് പോകും. അപ്പോൾ 4 മാസം 8 മാസം ഇപ്പം 10 മാസത്തേന് മെൻസസ് ഇല്ലാതെ വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ 12 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംഗതികൾ വരുന്നത്. ഇതെങ്ങനെയാണ് ഈ പേഷ്യൻസിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്താണ്? സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയിലുള്ള ചേഞ്ചസ് ഉണ്ട്, സൈക്കോളജിക്കലുണ്ട്, എമോഷണലുണ്ട്, അങ്ങനെ കുറെ ചേഞ്ചസ് ഉണ്ട്. ഇതിന്റെ കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈസ്ട്രജൻ ഓവറി ഫംഗ്ഷൻ ചെയ്യില്ല, അണ്ടാശയം ഫംഗ്ഷൻ ചെയ്യില്ല. അപ്പൊ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നുള്ള ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഇല്ല. അപ്പൊ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ആരുടെ കൺട്രോളിലാണ്? നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന LH FSH ഹോർമോണിന്റെ കൺട്രോളിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണെ ഈസ്ട്രജൻ ഇല്ലാത്തത് കൊണ്ട്, ഈ ബ്രെയിനിൽ നിന്ന് വരുന്ന FSH എന്ന് പറയുന്ന ഹോർമോണെ തടയാനായിട്ട് ഹോർമോൺ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ കൂടുതലുള്ള ഫീച്ചേഴ്സ് വരുന്നത്. എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്? ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും. പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്യുക, ഫ്യൂ സെക്കൻഡ്സ് 3 മിനിറ്റ് വരെ വരാം. അതൊരു ദിവസം തന്നെ 5 8 കൂടുതലായിട്ട് വരുന്ന നൈറ്റ് സ്വെറ്റ്സ് എന്ന് പറഞ്ഞത്. നൈറ്റിലാണ് സ്വെറ്റിംഗ്, സഡൻ ആയിട്ട് നമ്മൾ ഉറക്കം തെളിഞ്ഞു വരുന്നത്, വീർത്ത് കുളിച്ച് എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ടെൻഷന്, ആങ്സൈറ്റി, നമ്മുടെ ശരീരം എല്ലാം തളിച്ചു വരുന്ന പോലെ ഒരു വീർത്ത് വരുന്ന ഒരു ഫീലിംഗ്, ബ്രസ്റ്റിന് എന്തോ ഒരു പെയിൻ പോലെ, അങ്ങനെ ആസച്ച് ബോഡി മുഴുവനും നമ്മുടെ ജോയിന്റിനൊക്കെ പെയിൻ വരിക. അപ്പൊ ഈ ഹോർമോണിന്റെ LH FSH ഹോർമോണിന്റെ റിലീസ് കൊണ്ടാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ് കൊണ്ട് നമ്മുടെ ജെനറ്റോ യൂറിനറി ട്രാക്ട് എന്ന് പറയും, ബ്ലാഡർ, വജൈനയിലാണ് ഈസ്ട്രജന്റെ കുറവ് കൊണ്ട് അതിന് ഡ്രൈനസ് വരും. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ കുറവായിരിക്കും. അപ്പൊ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സെക്ഷൽ ലൈഫ് നടത്തുകയാണെങ്കിൽ ഡിസ്പെരൂനിയ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഈ ഹോർമോണിന്റെ ഒരു വ്യത്യാസമാണെങ്കിൽ ലിബിഡോ, നമുക്ക് സെക്ഷൽ അർജ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് കൂടെ മൂത്രത്തിൽ പഴുപ്പ്, നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മൂത്രത്തിൽ പഴുപ്പ് ബാക്ടീരിയ കാണണമെന്നില്ല. പക്ഷെ അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ, ഡോക്ടറെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, എപ്പോഴും മൂത്രം പോകുന്നു പറഞ്ഞാണ് വരുന്നത്. അതുപോലെ തന്നെ അറിയാതെ മൂത്രം പോകുന്നു പറയും, സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിൻസ് പറയും. എന്ന് പറഞ്ഞാൽ ആ എപ്പിത്തീലിയൽ സെൽസിന് ചേഞ്ചസ് വന്ന്, ഈ ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ ചേഞ്ചസ് വന്ന് ഇവൻ ഗർഭപാത്രം വരെ കുറച്ച് താഴോട്ട് ഇറങ്ങി വരുന്നതായിട്ട് വരും. അപ്പൊ ആ മൂത്രസഞ്ചി, വജൈന, വൾവ, ഇവിടെ എല്ലാം ചേഞ്ചസ് വരും, ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാം. അതുപോലെ തന്നെ വേറൊന്നാണ് ഈ വാസമോട്ടർ സിംറ്റം പറഞ്ഞ പോലെ തന്നെ, സ്വെറ്റിംഗ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലിന് ചേഞ്ചസ് വരാം. എല്ലെന്ന് പറഞ്ഞാൽ ഈ ഈസ്ട്രജന്റെ കൊണ്ടാണ് ബോൺ ഫോർമേഷൻ നടക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എല്ലിനെ ഓസ്റ്റോക്ലാസ്റ്റ് റിയാക്ട് ചെയ്തിട്ട് എല്ല് പൊടിഞ്ഞു ഓസ്റ്റോപോറോസിസ് എന്ന് നമ്മൾ പറയും 50 വയസ്സായി ഇനി എല്ലൊക്കെ ഒടിഞ്ഞു, ഹിപ്പ് ബോണൊക്കെ ഒടിഞ്ഞു പോകുമെന്ന് പറയും. അപ്പോൾ എല്ലിന് ചേഞ്ചസ് വരാം. അപ്പോൾ എല്ലിന് വരാം, മൂത്രസഞ്ചിക്ക് വരാം, യൂട്രസിന്റെ അകത്ത് ചേഞ്ചസ് വരാം. അതുപോലെ തന്നെ നമുക്ക് ബോഡി മുഴുവൻ ചേഞ്ചസ് വരാം. ഒരു ഒട്ടും അൺബിയറബിൾ കണ്ടീഷനാണ്. ചിലപ്പം പേഷ്യൻസ് വരുമ്പോൾ ഞാൻ പറയും. പിന്നെ വേറൊന്നുള്ളവർ, നമ്മുടെ ഈ പിള്ളേരൊക്കെ 50 വയസ്സാകുമ്പോഴത്തേക്കും മിക്കവാറും പുറം രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റും, ഒരു എംപ്റ്റിനെസ് സിൻഡ്രോം എന്ന് പറയും. ഇപ്പൊ ആരും ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ ഇതെല്ലാം കൂടെ കൂടുമ്പോഴത്തേനും ഒരു മിനി വട്ട് പോലെയാണ്. സൈക്കോളജി, സൈക്കാട്രി ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ആദ്യമേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക, ഇതൊക്കെ നാച്ചുറൽ പ്രോസസ് ആണ്, നിങ്ങൾ വിഷമിക്കേണ്ട, ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറയും, നമ്മൾ നാച്ചുറൽ ഈസ്ട്രജൻ കഴിക്കാൻ വേണ്ടി. നാച്ചുറൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ സോയ പെല്ലറ്റ്സ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. പണ്ടൊക്കെയാണ് കാച്ചിലെ, ചേന, ചേമ്പിലൊക്കെ ആയിരുന്നു നാച്ചുറൽ ഈസ്ട്രജൻ ഉള്ളത്. ഇപ്പൊ ജങ്ക് ഫുഡ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹാപ്പി ഹോർമോൺസ് നന്നായിട്ട് റിലീസ് ചെയ്യും. ആ ഹോർമോണിന്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് ബോഡിക്ക് കുറച്ച്
കുറച്ച് ഈ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും മെനോപോസ് ആകുമ്പോഴത്തേനും. അത് ഈസ്ട്രജൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പം കുറച്ച് ആ സ്ട്രെച്ചിങ് ഒക്കെ ഇട്ട് പറ്റി എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡി ഈ സബ് കുട്ടിക്കുലർ ടിഷ്യൂ കുറെ ഈസ്ട്രജൻ ഉണ്ട്. ആ ഈസ്ട്രജൻ റിലീസ് ചെയ്യാൻ സാധിക്കും എക്സസൈസ് ചെയ്യുമ്പോൾ. നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. ഞാൻ പറയും യോഗ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പൊ എക്സസൈസ് നിങ്ങൾക്ക് ഡാൻസ് രൂപത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും നടക്കാൻ പോവുക. പിന്നെ കുറച്ച് സമയം സോഷ്യലൈസ് ചെയ്യുക. കൂട്ടുകാരുമായിട്ട് വർത്തമാനം പറഞ്ഞ് നമ്മുടെ മെൻസിന്റെ അവസ്ഥ മാറ്റുക. ചൂടാന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരിക്കാതെ നമ്മൾ പുറത്തേക്ക് പോവുക, ഔട്ടിങ്ങിന് പോവുക. അങ്ങനെ ചെയ്ത് നമ്മുടെ ബോഡി മൈൻഡിനെ റിലാക്സ് ചെയ്യുക. പിന്നെ അതുപോലെ മെഡിക്കൽ ലൈനോ ട്രീറ്റ്മെന്റ് ചോദിച്ചാൽ ദിസ് ഈസ് വൺ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ്. യൂഷ്വലി നമ്മൾ സാധാരണ ഇതാണ് കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ വജീനൽ ഡ്രൈനസിനും വജീനൽ പ്രോബ്ലത്തിനും നാച്ചുറൽ ഈസ്ട്രജൻ പ്രിമാറിൽ ഒരു ക്രീം ഉണ്ട്, ഈസ്ട്രജൻ ക്രീം കൊടുക്കും. അത് ഒരാഴ്ച 2 പ്രാവശ്യം നമ്മൾ വജീന യോനി പറ്റി കൊടുക്കാൻ പറയും. അതിന്റെ റിംഗ് ഉണ്ട്, അതിന്റെ പെസറി ഉണ്ട്. അപ്പൊ ആ രീതിയിൽ അതിന്റെ പാച്ച് ഉണ്ട്. അങ്ങനെ നമ്മൾ നാച്ചുറൽ ഈസ്ട്രജൻ. പിന്നെ വേറൊന്നാണ് HRT എന്ന് പറയും. HRT നമ്മൾ അങ്ങനെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി അത്ര പെട്ടെന്ന് കൊടുക്കാൻ പാടില്ല, കാരണം അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഈസ്ട്രജന് ഈ പ്രൊജസ്ട്രോണും കൂടെ കൊടുക്കുന്നത്. അപ്പം ഈ ബ്ലഡ് കട്ട് ചെയ്യുക, ത്രോംബോ എംബോളിസം എന്ന് പറയും. അതാണ് ത്രോംബോ പ്ലിബൈറ്റിസ് ഉണ്ടാകാം. അതുപോലെ തന്നെ യൂട്രസിന്റെ അകത്ത് ക്യാൻസർ വരാം, ബ്രസ്റ്റിന് ക്യാൻസർ വരാം, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യാം, സ്ട്രോക്ക് ഉണ്ടാകും. HRT അത്ര സ്പീഡ് ചെയ്യില്ല. എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്ത് മറ്റേ ഒരു ടീം വർക്ക് ചെയ്തിട്ട് മാത്രമേ HRT സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. HRT കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉള്ളത് നിങ്ങളുടെ സൈക്കോളജിക്കലായിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. ഞാനിപ്പം പറഞ്ഞ പോലെ എല്ലാം കൗൺസിലിംഗ് കൊടുക്കുക. ഈവൻ ഉറങ്ങാൻ വേണ്ടി സൈക്കാട്രിക് മെഡിസിൻ വരെ എടുക്കേണ്ടതായിട്ട് വരാം. അപ്പൊ ഈ മെനോപോസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇൻ സമ്മറി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ക്വൈറ്റ് നാച്ചുറൽ പ്രോസസ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക. ഒരു 6, 7, 8 വർഷം ആകുമ്പോഴത്തേനും ഇതെല്ലാം മാറി നമ്മൾ നല്ല ക്വയറ്റ് ആയിട്ട് വരാറുണ്ട്. അതാണ് ഒരു 65 വയസ്സാകുമ്പോഴത്തേനും നമ്മുടെ മൂടൊക്കെ ചേഞ്ച്, മൂഡ് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. അപ്പന്മാരെ അന്ന് ചിലപ്പം പറയാറുണ്ട്, മാഡം പിള്ളേരും പറയും ഈ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അമ്മ ഇത്രയും നാളെ ഇങ്ങനെ അല്ലായിരുന്നു എന്ന്. പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ ഞാൻ ഒത്തിരി കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. ഇത് ക്വയറ്റ് നാച്ചുറൽ ആണ്. 8 വർഷം വരെ സൈക്കിളും ചിലപ്പം ചോദിക്കും. മിക്കവാറും സഹിക്കേണ്ടി വരും. ഒരു ഡോക്ടറെ കണ്ട് അഡ്വൈസ് മേടിച്ച് പ്രോപ്പർ വേയിൽ ട്രീറ്റ്മെന്റ് എടുക്കുക. താങ്ക് യു.